കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. പൈലിംഗ് ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൊച്ചി മെട്രോ MT ഞങ്ങളുടെ എക്സ്പെക്ടേഷൻസ് 18 മാസത്തിലെ അകത്തേത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ ആ രീതിയിലെ ഒരു പ്ലാനിങ് ചെയ്തിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലെ അവർ ഇപ്പോൾ ഈ പൈലിംഗ് തുടങ്ങാൻ പോകുന്നത്. ഇവിടെ ഫസ്റ്റ് പൈൽ ആണ് അപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 5 സ്റ്റേഷനുടെ പണി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇനി 5 സ്റ്റേഷൻ അപ്പോൾ ടെൻഡർ ചെയ്യാൻ പോകുന്നത്. 11th സ്റ്റേഷൻ സ്മാർട്ട് സിറ്റിയുടെ അകത്താണ്. അതിൽ നമ്മുടെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അത് ശരിയാക്കിയിട്ട് ഒരു 2 മാസത്തെ അത് നമുക്ക് ടെൻഡറിലേക്ക് പോവാം. ഇതാണ് ആക്ച്വലി ഒരു ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം. നമ്മുടെ 11 കിലോമീറ്റർ 2 വർഷത്തെ ഫുൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിന് ഒരുപാട് 6 month പ്ലാനിങ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദാംശങ്ങൾ എല്ലാ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ആ പ്ലാൻ പ്രകാരം പോകുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ ഒരു റെക്കോർഡാവും. ഇത് എത്ര പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് മുമ്പ് കാൺപൂർ മെട്രോ 9 കിലോമീറ്റേഴ്സ് അവർ 2 വർഷത്തെ പൂർത്തിയാക്കിയായിരുന്നു. ഞങ്ങളിപ്പോൾ 11 കിലോമീറ്റർ 2 വർഷത്തകത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പൊതുജനങ്ങളുടെ സിവിൽ സൊസൈറ്റിയുടെ എല്ലാവരുടെ ഒരു സഹകരണം നമുക്ക് ആവശ്യമാണ്. ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അതിലെ ഒരു സംശയമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഒരുപാട് ഇലാബറേറ്റ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ബുദ്ധിമുട്ടുകൾ കുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളുടെ സഹകരണം ഉണ്ടാകില്ലേ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. 2 വർഷത്തെ നമുക്ക് മെട്രോയിൽ യാത്ര ചെയ്യാം. അതാണ് സെക്കൻഡ് ഫേസിയുടെ ടോട്ടൽ കോസ്റ്റ് 1957 crore ആണ്. അപ്പോ അതിലെ പിന്നെ വയഡക്ട് ഒരു 1100 crore പടിയ. ബാക്കി അത് കൂടാതെ സിഗ്നലിംഗ്, ട്രാക്ക്, സ്റ്റേഷൻസ്, പിന്നെ ഇലക്ട്രോണിക് കാര്യങ്ങൾ, ITMS ഈ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ബാക്കി പൈസ. പക്ഷെ ഇതാണ് മെയിൻ കാരണം. ഇതിലാണ് ആക്ച്വലി ബേസ് ആണോ, യു കാൻ സേ ദാറ്റ് ഈസ് ദ ബേസ്. ഈ വയഡക്ട് നേരത്തെ നിങ്ങൾക്ക് ഫസ്റ്റ് ഫേജിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടി അവർ എന്റെ അറിവ് പ്രകാരം അവർ ചെറിയ രീതിയിൽ നല്ല ടെക്നോളജി യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇതാണോ? താങ്ക് യു. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ്. അതിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളാണ്. ഇൻഫോ പാർക്ക് വരെ, കാക്കനാട് ഇൻഫോ പാർക്ക് വരെ നീളുന്ന രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. 2 വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചുകൊണ്ട് മെട്രോ ഓടിക്കുമെന്നാണ് ഇപ്പോൾ കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ആ തരത്തിലേക്ക് വേഗതയിലേക്ക് പോവുകയാണ്. പൈലിംഗ് ജോലികൾക്ക് തുടക്കമാവുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പൈലിംഗ് ജോലികൾക്ക് തുടക്കമാവുന്നു. ഇനി വേഗത്തിൽ നടപടിക്രമങ്ങളിലേക്ക് പോകുമെന്നതാണ് അദ്ദേഹവും പറയുന്നത്. രാജ്യത്ത് കാൺപൂരിലാണ് നേരത്തെ 9 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള പാത 2 വർഷം കൊണ്ട് പൂർത്തീകരിച്ചത്. പക്ഷേ തങ്ങൾ 11 കിലോമീറ്റർ 2 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഡാനി പോൾ ചേരുന്നു. ഡാനി, വളരെ പ്രധാനപ്പെട്ടതാണ് ഈ രണ്ടാം ഘട്ട നിർമ്മാണം. ഇതുവരെ പാതയുടെ ഒരു എക്സ്റ്റൻഷനാണ് നടന്നതെങ്കിൽ രണ്ടാം ഘട്ടം മറ്റൊരു റൂട്ടിലേക്കാണ് കൊച്ചി മെട്രോ ഇനി നടക്കേണ്ടത്. എന്താണ് ഇതിന്റെ വെല്ലുവിളികൾ, ഒപ്പം സാധ്യതകൾ എങ്ങനെയാണ് ഡാനി? സജിത, ഇത് രണ്ടാം ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കാക്കനാട് എന്ന ഒരു കൊച്ചിക്ക് ഒരു ഉപഗ്രഹ നഗരമായി മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇൻഫോ പാർക്ക് വലിയ രീതിയിലേക്ക് വികസനത്തിലേക്ക്, കുതിപ്പടക്കം വികസനത്തിലേക്ക് മാറുന്നു. അപ്പോൾ അവിടേക്ക് ഒരു സുഗമമായ ഒരു ഗതാഗത സംവിധാനം എന്ന രീതിയിലേക്ക് എല്ലാം തന്നെ മാറേണ്ടതുണ്ട്. അതിന്റെ ഒരു സാധ്യതകളിലേക്കാണ് കൊച്ചി മെട്രോ കടന്നു ചെല്ലുന്നത്. ഇപ്പോൾ 11 സ്റ്റേഷനുകളോടുകൂടി 1957 കോടി രൂപയുടെ സെക്കൻഡ് ഫേസാണ് വരുന്നത്. അത് കാക്കനാട് ഇൻഫോ പാർക്കിനകത്ത് സമാപിക്കും. ഇൻഫോ പാർക്കിനകത്ത് അവസാനിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ. ഇത് പൂർണ്ണമായിട്ട് തന്നെയും ഒരു 600 ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. അതിന്റെ എല്ലാവിധ ക്രമീകരണങ്ങളും അടക്കം പൂർത്തിയാക്കി. സർ, എത്രമാത്രം ഒരു ചലഞ്ചിങ് ആണ് സെക്കൻഡ് ഫേസ്? സെക്കൻഡ് ഫേസ് ചലഞ്ചിങ് ഇതാണ്. വളരെ ഡെൻസ് പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങൾ നമ്മുടെ ഇതിൽ ഈ റൂട്ടിൽ വരും. പാലാരിവട്ടം, വാറക്കാല, ഈ പടമുകൾ, ഇത് വളരെ ഹൈലി പോപ്പുലേറ്റഡ് ആണ്. അതുകൊണ്ട് ആക്ച്വലി അതൊരു ചാലഞ്ചാണ്. പിന്നെ കാരണം ആൾക്കാർക്കടെ
സഹകരണം കിട്ടണം അല്ലാതെ അവർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അതിലൊരു സംശയമൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ എസ്പെഷ്യലി കൊച്ചിയിലെ ഫസ്റ്റ് ഫേസ് സമയത്ത് അവരുടെ വളരെ നല്ല കോപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് ഉണ്ടാകും എനിക്ക് തോന്നുന്നു. ഞങ്ങൾ പീപ്പിൾസ് റിപ്രസെന്റേറ്റീവ് മറ്റേ ആളെല്ലാം MP MLA എല്ലാവർക്കും കോൺഫിഡൻസിൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ബാക്കി ടെക്നിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ഉണ്ടാകാൻ സാധ്യത കുറവാണോ, കാരണം ഈ ഏരിയ ആണോ ലാറ്ററൈറ്റ് ടെറൻ, ഇവിടെ കൊട്ടിച്ചാൻ സമയത്തെ ശബ്ദം ഉണ്ടാകും, വൈബ്രേഷൻസ് ഉണ്ടാകും. ആ ഏരിയയിൽ അത്ര ഉണ്ടാക്കില്ല. പക്ഷേ അതിൽ നമ്മുടെ റോഡുകളുടെ വിധി കുറവാണല്ലോ. അപ്പോൾ ഒരു 8 മീറ്റർ നമ്മുടെ പോവും. അതുകൊണ്ട് ഒരു 20 മീറ്റർ 22 മീറ്ററിന് ഒരു 8 മീറ്റർ പോയാൽ ഒരു 14 മീറ്ററിൽ നമുക്ക് രണ്ടു സൈഡിൽ വണ്ടികൾക്ക് പോകണം. അതുകൂടാതെ കുറച്ച് ഡൈവേർഷൻ ചെയ്യാൻ വേണ്ടി വരും. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ. ഈ സ്റ്റേഷനുകൾ ഒന്നാം ഘട്ടത്തിലെ സ്റ്റേഷനുകളെല്ലാം വളരെ ഡെക്കറേറ്റീവ് ആയിരുന്നു. ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആകും ആ രീതി അല്ല, അത് ഞങ്ങൾ വളരെ ഒരു നല്ല രീതിയിലെ സ്റ്റേഷൻസുകൾ ഉണ്ടാകും. അവിടെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പീപ്പിൾ ഫ്രണ്ട്ലി, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ചെയ്ത് സ്റ്റേഷനുകളുടെ സൈസ് ശരിയാവും, പക്ഷേ നല്ല ഫെസിലിറ്റീസ് ഉണ്ടാകും. അത് പിന്നെ ഞങ്ങൾ ഐസെത്തിറ്റിക്സ്ക്ക് വേണ്ടി ഒരു ഡൽഹിയുടെ ഒരു കമ്പനി അവർ ഒരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുറച്ച് കുട്ടികളുടെ ഐഡിയാസ് ഉണ്ട്. എല്ലാം ചെയ്തിട്ട് നല്ല രീതിയിൽ സ്റ്റേഷൻസ് വരും. കുറച്ച് സ്റ്റേഷൻ ഫേസ് 1 സ്റ്റേഷനിന് ബെറ്റർ ആവും. ഞാൻ ഇപ്പോൾ പറയാം. ശരി. എന്തായാലും ശ്രീ ലോക്നാഥ് ബെഹ്റ അദ്ദേഹം KMR MD ആണ്. അദ്ദേഹം വിശദീകരിച്ച പ്രകാരം ഇപ്പോൾ വലിയ രീതിയിലേക്കൊരു വികസനത്തിലേക്ക് തന്നെയാണ് കാക്കനാട് ഉൾപ്പെടുന്ന മേഖല മാറുന്ന. നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ചിലതെങ്കിലും ഗതാഗത പ്രശ്നങ്ങളാകുന്നുണ്ട്. നമുക്കറിയാം കാക്കനാടേക്കുള്ള യാത്ര വലിയ രീതിയിലുള്ള ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വലിയ ഗതാഗത കുരുക്കുന്നുണ്ടാകുന്നുണ്ട്. ഇൻഫോ പാർക്ക് അടക്കമുള്ള സംവിധാനങ്ങൾ വന്നതോടെ വലിയ രീതിയിലൊരു വികസനമാണ് ഈ മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ അതനുസരിച്ചൊരു ഗതാഗത സംവിധാനങ്ങളും പരിഷ്കാരങ്ങളും എല്ലാം തന്നെ വരേണ്ടതുണ്ട്. അതിൽ ഊന്നിയാണ് കൊച്ചി മെട്രോയുടെ സെക്കൻഡ് ഫേസ് കാക്കനാട് മേഖലയിലേക്ക് വരാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ഇതിന്റെ സ്ഥലമെടുപ്പ് അടക്കമുള്ള നടപടികളെല്ലാം തന്നെയും പൂർത്തിയാക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് അത് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം തന്നെയാണുള്ളത്. ഗതാഗത കുരുക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ എല്ലാം തന്നെ ഉണ്ട് എങ്കിൽ കൂടിയും അതിനെ മറികടന്നുകൊണ്ട് വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് തന്നെ ഒരു ആത്മവിശ്വാസമാണ് പൊതുവിൽ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും കൊച്ചി മെട്രോ കൊച്ചി നഗരത്തിന്റെ ഒരു മുഖഛായ തന്നെ മാറ്റി എഴുതിയതുപോലെ കാക്കനാടേക്ക് വരുമ്പോൾ അത് കുറെ കൂടി കൊച്ചി മെട്രോയെ നഗരത്തിൽ അടയാളപ്പെടുത്തുന്ന രീതിയിലേക്ക് തന്നെ മാറുമെന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇൻഫോ പാർക്ക് മേഖലയിലേക്കുള്ള ഗതാഗതം വളരെ കൂടുതലാണ്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെയും ഈ സെക്കൻഡ് ഫേസ് വരുമ്പോഴേക്കും അതിൽ പരിഹാരമുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പേർക്ക് വളരെ പെട്ടെന്ന് ഒരു പൊതുഗതാഗത സംവിധാനം വളരെ എളുപ്പത്തിലേക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് മാറുന്നതോടുകൂടി കൊച്ചി മെട്രോ പുതിയ മാനങ്ങളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സജിത. യെസ്, അതാണ് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോ എന്തായാലും അഭിമാന പദ്ധതിയാണ്. അത് രണ്ടാം ഘട്ടം ഏറ്റെടുക്കുമ്പോൾ വേഗത്തിൽ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.